ഇവരെ ചൂരൽ വടിക്കതല്ല നിങ്ങൾക്ക് ആരും അധികാരം തന്നത്. താൻ പോടോ അവിടുന്ന്, താൻ പോടോ. എടാന്ന് വിളിച്ചാ എടാന്ന് തന്നെ തിരിച്ചു വിളിക്കും കേട്ടോ. ഇവരെ കള്ളുകൂടിയന്മാരെ പിടിച്ചു പറിക്കാർ ആരുമായിട്ട് നിങ്ങൾക്ക് പിടിച്ച കസ്റ്റഡിയിൽ എടുത്തോണ്ട് പോകാം. ഇവരെ ചൂരൽ വടിക്ക് തരാനുള്ള അധികാരം നിങ്ങൾക്കാരാ തന്നത്, തനിക്കാരാ തന്നത്. ചൂരൽ വടി വെച്ച് എന്റെ ദേഹത്ത് ഇങ്ങനെ തട്ടിയായിരുന്നല്ലോ, എന്താ കാര്യം ചോദിച്ചിട്ട് എന്നെ ഒന്ന് തല്ലിക്കേ, ഒന്ന് കാണട്ടെ. കണ്ണിന് കാഴ്ചയില്ല, തല്ലി തല്ലി ശരിക്കും ചൂരൽ തല്ലി. കടത്തിണ്ണയിൽ കിടന്നുറങ്ങിയവരെ പോലീസ് അകാരണമായി മർദ്ദിച്ചതായി പരാതി. കോട്ടയം നാഗമ്പടത്ത് ഡിസംബർ 24 രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. കുമരകം സ്വദേശിയായ അർജുൻ സി പവനൻ എന്ന വ്യക്തിയാണ് ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും പോലീസ് നടപടി ചോദ്യം ചെയ്യുകയും ചെയ്തത്. ഈ സംഭവത്തിൽ ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിക്ക് അർജുൻ പരാതി നൽകിയിരിക്കുകയാണ്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. ആ റൂൾ അറിയത്തില്ല, ഞാൻ പഠിപ്പിച്ചു തരാം. റൂൾ അറിയത്തില്ല, ഞാൻ പറഞ്ഞു തരാം. ഞാനൊരു സിവിലിയനാണ്. എനിക്ക് നിങ്ങൾ ചെയ്യുന്ന നടപടി റെക്കോർഡ് ചെയ്യാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അത് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. കേട്ടോ, താങ്കളോടാ പറഞ്ഞത്. ഞാനൊരു സിവിലിയനാണ്. റെക്കോർഡ് ചെയ്യും. താൻ ഇറങ്ങി വന്നപ്പോ അവരെ തല്ലുന്ന അടക്കം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ കേട്ടോ, പേരെന്നായിരുന്നു? ലിനു ചെറിയാനല്ലേ? കേട്ടോ, ഞാനൊരു സാധാരണക്കാരനാണ്. റെക്കോർഡ് ചെയ്യോടോ. സാറെന്തിനാ എന്റെ ദേഹത്ത് വടിവെച്ച് വിടുന്നേ? എന്റെ ദേഹത്ത് വടിവെച്ച് വിടുന്നേ? പ്രവീൺ പ്രകാശ് സാറേ, ഞാൻ പറഞ്ഞുതരാം. ഇവരാരോ ആയിക്കോട്ടെ, കള്ളുകൂടിയന്മാരോ പിടിച്ചുപറിക്കാരോ ആരും ആയിക്കോട്ടെ, നാട്ടു റോട്ടിലിട്ട് തല്ലാൻ ഇയാൾക്കാരും അധികാരം കൊടുത്തത്? ആരാണ് അധികാരം കൊടുത്തത്? സാറിന് ആരാണ് അധികാരം തന്നത്? മർദ്ദിക്കാൻ ആരാണ് അധികാരം തന്നത്? വടിവെച്ച് ചൂരിൽ വെച്ച് ഇവരെ തല്ലാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? വീട്ടിലില്ല. ലിബു ചെറിയാൻ അല്ലേ? ലിബു ചെറിയാൻ 6 അടി പൊക്കമുള്ള സാറേ, കാണിച്ചു തരാം കേട്ടോ. ആ കേട്ടോ, മാന്യമായിട്ടാണെങ്കിൽ മാന്യമായിട്ട്, അതല്ലാതെ ഭീഷണിയൊന്നും വേണ്ട സാറേ. ഞാൻ പിന്നെ ചോദിക്കുക, ഇവരെ ചൂരൽ വടിക്കതല്ല നിങ്ങൾക്ക് ആരും അധികാരം തന്നത്? ഞാൻ വീട്ടിൽ പോവില്ല എന്നുള്ള കാണിച്ചു തരാം. ഇവരെ ചൂരൽ വടിക്ക് റോഡിലിട്ട് തല്ലാൻ ഈ നിൽക്കുന്ന യമാനും ആരാണ് അധികാരം തന്നത്? താൻ പോടോ അവിടുന്ന്, താൻ പോടോ. എടാന്ന് വിളിച്ചാ എടാന്ന് തന്നെ തിരിച്ചു വിളിക്കും കേട്ടോ. ഇവരെ കള്ളുകൂടിയന്മാരെ പിടിച്ചു പറിക്കാർ ആരുമായിട്ട് നിങ്ങൾക്ക് പിടിച്ച കസ്റ്റഡിയിൽ എടുത്തോണ്ട് പോകാം. ഇവരെ ചൂരൽ വടിക്ക് തരാനുള്ള അധികാരം നിങ്ങൾക്കാരാ തന്നത്, തനിക്കാരാ തന്നത്? ഈ 6 അടി പൊക്കമുള്ള ആൾക്കാരാ തന്നത്? ആരാണ് തന്നത്? മറുപടി പറഞ്ഞിട്ട് പോടോ. ചൂരൽ വടി വെച്ച് എന്റെ ദേഹത്ത് ഇങ്ങനെ തട്ടിയായിരുന്നല്ലോ, എന്താ കാര്യം ചോദിച്ചിട്ട് എന്നെ ഒന്ന് തല്ലിക്കേ, ഒന്ന് കാണട്ടെ. വഴി കിടക്കുന്നവരെ തല്ലും, ചോദിക്കാനും പറഞ്ഞ ആരും ഇല്ലാത്തതുകൊണ്ട്. ലിനു ചെറിയാൻ സാറേ, നമുക്ക് കാണാം കേട്ടോ. നിങ്ങൾ കണ്ണ് കാണാൻ പാടില്ല, കാഴ്ചയില്ല. നിങ്ങളെ തല്ലി, ചൂരലെ തല്ലി, ആ പൊക്കമുള്ള ആളല്ലേ തല്ലിയത്? ലിനു ചെറിയാന്ന് പറഞ്ഞിട്ട് 6 അടി പൊക്കമുള്ള ഒരു പോലീസുകാരെ ചെന്ന പിന്നെ ഇയാളെ എടുത്തിട്ട് അടിച്ചു. ചൂരല് തല്ലുക, ചൂരല്. കണ്ണിന് കാഴ്ചയില്ലാത്ത ചിലപ്പോ മദ്യപിച്ചിട്ടുണ്ടാവാം, കള്ളന്മാരായിരിക്കാം, ആരും ആവട്ടെ. ഇവർക്ക് പിടിച്ചോണ്ട് പോവാം, കേസെടുക്കാം, റോഡിലിട്ട് തല്ലാൻ ആരാ ഇവർക്ക് അധികാരം കൊടുക്കുന്നത്? ഇത് കണ്ടോ, എന്തിനാ ഏട്ടാ തല്ലി ഇവര്? എന്തിനാ തല്ലിയത്? എന്തിനാ? നിങ്ങൾക്ക് കാഴ്ച ശക്തി ഇല്ല. പേരെന്താ? എന്റെ പേര് സുകുമാരൻ. എവിടെ വീട്? എന്റെ വീട് ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി. ഞാൻ എവിടെയാ കിടക്കും സാറേ? ഞാൻ കണ്ണലൊന്നുമില്ല, എനിക്ക് ഒന്നിനും പോകത്തില്ല. കാലയിലൊക്കെ നീരെന്നാ? നല്ല പരിചയം എനിക്ക് ആൾക്കാരുമായിട്ട്, അതുകൊണ്ട് എനിക്ക് കാലയിലൊക്കെ നീരാണ്. ഷുഗറിന്റെ കണ്ണിന് കാഴ്ചയില്ല. തല്ലി ശരിക്കും ചൂരല് തല്ലി. എന്റെ അനിയനെ ഇദ്ദേഹമാണ് ആ ദൃശ്യങ്ങൾ പകർത്തുകയും പോലീസ് നടപടിയെ ചോദ്യം ചെയ്യുകയും ചെയ്തത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് സംഭവിച്ചത്? അത് ക്രിസ്മസിൻ്റെ അന്ന് രാത്രി, അതായത് ചൊവ്വാഴ്ച രാത്രിയുടെ ഏകദേശം 9:30 ഇപ്പോൾ ഞാൻ ചൊവ്വാഴ്ച സ്ഥിരമായി പള്ളിയിൽ പോകുന്നുണ്ട്, നാഗമ്പടത്ത് പള്ളിയിൽ പോയതാണ്.
പോകുമ്പോൾ അവിടെ ചെന്ന് ഞാൻ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുന്ന സമയത്ത് സത്യത്തിൽ വണ്ടി പാർക്ക് ചെയ്തത് സ്റ്റാൻഡിനകത്താണ്, അങ്ങനെ പാർക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ പെട്ടെന്ന് ഒരു പോലീസ് ജീപ്പും ഒരു ബൈക്കും ഇത് രണ്ടും സ്പീഡിൽ വന്ന് സ്റ്റാൻഡിനകത്തേക്ക് കയറുന്നുണ്ട്. അപ്പം ഞാൻ വരുന്നത് നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് വേണ്ടി ചോദ്യം ചെയ്യാൻ വന്നാന്ന് കരുതിയത്. പക്ഷെ അതിനൊന്നുമില്ല ആയിരുന്നില്ല. വണ്ടി വന്ന് നിർത്തി ഒരു ജീപ്പിനകത്ത് കൊള്ളാവുന്ന, ഒരു ബൊലേറോയ്ക്കകത്ത് കൊള്ളാവുന്ന അത്ര പോലീസുകാരും ഒരു ബൈക്കിൽ നിന്ന് ഇറങ്ങിയ 2 പോലീസുകാരും. അപ്പം ഏകദേശം ഒരു 8-9ഓളം പേര് ചാടി ഇറങ്ങി തൊട്ട് പാസ് ചെയ്ത് ഞാൻ കാറിൻ്റെ അവിടെ നിന്ന് പാസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു പട്ടയെന്ന് സൗണ്ട് കേൾക്കാം. പടക്കം പൊടിക്കുന്ന സൗണ്ടാന്ന് വേണം പറയാനായിട്ട്. കണ്ടപ്പോൾ സങ്കടം തോന്നിപ്പോയി. അവിടെ കടത്തണ്ണയിൽ കിടന്ന ഒരു 10-12ഓളം പേര് ആൾക്കാരെ ഇവർ തല്ലി ഓടിച്ചു. അതിനകത്ത് ഒരാൾ തെന്നി വീണു. ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അതിനകത്ത്, ഞാൻ കണ്ടത് വ്യക്തമായി കണ്ടു. ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ അമ്മയെന്ന് നിലവിളിച്ച് ഓടിക്കൊണ്ടിരിക്കാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അതിനകത്ത് ഒരാൾ അവിടെ അടി കൊണ്ട് വീണ ആൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി ആളുടെ പുറകെ ഇട്ട് ഓടിക്കുന്ന കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ പുറകെ പോയി അതിൻ്റെ വീഡിയോ പകർത്തുന്ന അവർ അവസാനമാണ് കാണുന്നത്. യാതൊരു തരത്തിലുള്ള പ്രകോപനവും സംസാരം അവിടെ ഉണ്ടായിട്ടില്ല. ജീപ്പ് കൊണ്ട് നിർത്തുന്നു, അടിക്കുന്നു, ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പം ഞാനത് ചോദ്യം ചെയ്തു. ഇപ്പം റോട്ടിലിട്ട്, അതായത് ഈ പള്ളിയിൽ വന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും എല്ലാവരുടെയും മുന്നിലിട്ടാണ് ഇവരെ തല്ലുന്നത്. അതിനൊരു കാരണം വേണം. അതും ചൂരൽ വടിയൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരാളുടെ കയ്യിൽ ഒരാളുടെ കയ്യിൽ വലിയൊരു ചൂരൽ വടി, ആ ചൂരൽ വടിക്ക് തല്ലിയിട്ട് തല്ലുകൊണ്ടിരുന്ന ആളുടെ അടുത്ത് എന്ന് ഞാൻ കാര്യം ചോദിക്കുമ്പോഴാണ് മനസ്സിലായത് അയാൾ അന്ധനാണ്. അയാൾ കണ്ണ് കാണാൻ പാടില്ലാത്ത ഒരാളെയാണ് തല്ലിയത്. അയാളുടെ അനിയൻ അയാൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ വേണ്ടി വന്നത്. ഇവർ റോഡിൽ ജീവിക്കുന്ന ആൾക്കാർ, ഒരു പക്ഷേ വല്ല കുഴപ്പം പിടിച്ച ആൾക്കാരായിരിക്കാം, എന്തെങ്കിലും പ്രശ്നക്കാരായിരിക്കാം, ചിലപ്പോൾ വല്ല കള്ളന്മാരോ വല്ലോ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും ഒരു സിവിലിയനെ ഒരു പോലീസ് ഓഫീസർക്കും ഒരു കാരണവശാലും കുറ്റവാളിയാണെങ്കിൽ പോലും മർദ്ദിക്കാനോ കായികമായി നേരിടാനുള്ള അവകാശമില്ല. അത് നമുക്ക് ആർക്കും അറിയത്തില്ലാത്തൊരു കാര്യമാണ്. ഈ എന്താ പറയാ, ഇത് വഴി കിടക്കുന്നത് ആരും ചോദിക്കാനും പറയാനും ഇല്ലാന്ന് കണ്ടിട്ട് ക്രിസ്മസിന്റെ അന്ന് വീട്ടിൽ പോകാൻ പറ്റത്തിന് ഫ്രസ്ട്രേഷൻ തീർത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു 6 അടി പൊക്കമുള്ള അജാനുബാഹുവായിട്ടുള്ള ഒരാൾ ഒരു കാക്കി യൂണിഫോം ഇട്ട് കഴിയുമ്പോൾ അയാളുടെ ധാരണ ഞാൻ ഇവിടുത്തെ ഈ നാട് ഭരിക്കുന്ന രാജാവാണെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ വഴി കിടക്കുന്നതിന് ഇഷ്ടം പോലെ തല്ലിയതിന്റെ കാരണം ചോദിക്കുമ്പോൾ ഒന്നും അറിയത്തില്ല. ഞാൻ ചെന്തിനെ ഇവരെ തല്ലുന്നതിന്റെ റീസൺ എന്നോട് പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ എന്നെ ഇങ്ങനെ പിടിക്കാൻ വന്ന് പറഞ്ഞാൽ ഞാനൊരു സിവിലിയനാണ്, എനിക്ക് വീഡിയോ എടുക്കാനുള്ള അവകാശമുണ്ട്, നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചാലും അത് വീഡിയോയും ഓഡിയോയും പകർത്താനുള്ള അവകാശം എനിക്കുണ്ട്, നിയമം അറിയത്തില്ല, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അന്നേരം ഇയാൾ പിൻവാങ്ങി. ലിനു ചെറിയാൻ എന്ന് പറഞ്ഞിട്ടൊരു പോലീസ് ഓഫീസർ ആയിരുന്നു. പിന്നെ വേറെ ഉണ്ടായിരുന്ന പ്രവീൺ പ്രകാശ് എന്ന് പറഞ്ഞിട്ടൊരു SI-യും. ഇവർ രണ്ടുപേരുമാണ് ഏറ്റവും കൂടുതൽ മർദ്ദിച്ചത്. ബാക്കിയുള്ള ആൾക്കാർ എൻ്റെ വീഡിയോയിൽ എനിക്ക് കിട്ടിയില്ല. അവരെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ തന്നെ അവർ മാറി. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പോലീസുകാർ മാറി, പുതിയതായിട്ട് വന്ന ആൾക്കാർ അവിടെ നിന്നു. അതാണ് സംഭവിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഒരാൾ എന്നെ ഇങ്ങനെ ഈ മുണ്ട് മാറ്റി കാണിക്കുന്നുണ്ട്. അയാളുടെ കാലിൽ 1-2 അടിയല്ല, അടിയുടെ പാടല്ല, അതൊക്കെ ഞാൻ വീഡിയോ പകർത്തിയിട്ടുണ്ട്. അതിനകത്ത് ഈ താഴെ ഇരിക്കുന്ന ആള് ഷുഗർ വന്ന് കാലിന് നീര് വെച്ചിരിക്കുക, കണ്ണും കാണാൻ പാടില്ല, അയാളും തല്ലി, തലക്കിട്ട് വരെ അടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് മാത്രം ക്രൂരമായി മർദ്ദിക്കാനായിട്ട് എന്താണ് അവകാശം? എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചോണ്ട് പോവാം, അവരെ കേസെടുക്കാം, അറസ്റ്റ് ചെയ്ത് അവരെ ജയിലിലിടാം, അല്ലെങ്കിൽ കോടതി ഹാജരാകും. എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട്. തല്ലേണ്ട ആവശ്യം എന്താ? തല്ലാൻ ഒരു കാരണം വേണം, അതുപോലും ഇല്ല. ഇത് എങ്ങനെ നമുക്ക് കണ്ടില്ലെന്ന് അടിക്കാൻ സാധിക്കും? അപ്പോൾ ഇത് നിയമം കൊണ്ട് തന്നെ നേരിടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനെ പോലീസുകാർ തല്ലിയാൽ അതിന് തെളിവ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് നമുക്ക് പോലീസിന്റെ അടുത്ത് തന്നെ പരാതി കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. മജിസ്ട്രേറ്റിന്റെ അടുത്ത് ഡയറക്റ്റ് ഒരു സാധാരണ സിറ്റിസണിന് പോയി പരാതി കൊടുക്കാനുള്ള ഓപ്ഷൻ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലും അറിയത്തില്ലാത്തവരാണ് ഇങ്ങനെ ചെയ്യുന്ന ഓർക്കണം. അതായത് SI റാങ്കിരിക്കുന്ന ഒരാൾ പറഞ്ഞാൽ നീ നിന്റെ വീട്ടിൽ പോടാന്ന് പറഞ്ഞതിനോട്, അപ്പൊ ഞാൻ പറഞ്ഞു എടാ പോടാന്ന് വിളിച്ചാൽ തിരിച്ച് എടാ പോടാന്ന് ഞാനും വിളിക്കും, എന്നെ എടാന്ന് വിളിച്ചാൽ ഞാൻ തിരിച്ചു വിളിക്കുമെന്ന് പറഞ്ഞു. ഞാൻ വെറും ഒരു സാധാരണക്കാരനാണ്, എന്നെ കൊണ്ട് എന്തെങ്കിലും ഇവിടെ ചെയ്യാൻ പറ്റും ഞാനും ഒന്ന് നോക്കട്ടെ. അപ്പോൾ ഇവരെ തല്ലിയിട്ടുണ്ടെങ്കിൽ ആ തല്ലിയതിന്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ ബാക്കി പരാതിയും കാര്യങ്ങളായിട്ട് മുന്നോട്ട് തന്നെ പോകും. എന്താണ് താങ്കളുടെ തീരുമാനം? എന്താണ് തീരുമാനം? വേറൊന്നുമില്ല. ഇപ്പം നിലവിൽ ഇന്ന് രാവിലെ തന്നെ ഞാൻ SP-ക്ക് ഡയറക്റ്റ് മെയിൽ അയച്ചിട്ടുണ്ട്. നമ്മുടെ SP-യുടെ മെയിൽ ID-യിൽ നമ്മുടെ ഈ ബാക്കിയുള്ള പരാതിയും കാര്യങ്ങളും ഈ വീഡിയോ അടക്കമുള്ള കാര്യങ്ങൾ വെച്ചിട്ട് മെയിൽ അയച്ചിട്ടുണ്ട്. അതൊന്ന്. അതുകൂടാതെ മജിസ്ട്രേറ്റിന് ഡയറക്റ്റ് കംപ്ലൈന്റ് കൊടുക്കേണ്ട ഓപ്ഷൻ ഇപ്പോൾ അവൈലബിൾ ആണ് ഈ ജൂലൈ 1-ാം തീയതി തൊട്ട്. അപ്പോൾ അത് ഞാൻ വക്കീലിനോട് സംസാരിച്ചിട്ടുണ്ട്. ഈ വീഡിയോയും കാര്യങ്ങളെല്ലാം അഡ്വക്കേറ്റിനും ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിക്കും കൂടെ പരാതി കൊടുത്ത് മുന്നോട്ട് പോകാനാണ് പോകുന്നത്. ഈ അടിയേറ്റവരെ താങ്കൾ പിന്നീട് കണ്ടിരുന്നോ? തീർച്ചയായും കണ്ടു. അതിനകത്ത് ഈ കണ്ണ് കാണാൻ വയ്യാത്ത ആളെ ഞാൻ കണ്ടപ്പോൾ അയാൾ എൻ്റെ അടുത്ത് കുറെ നന്ദി പറയുന്ന കൂടെ പറഞ്ഞു, മോനെ എന്നെ അവർ വന്ന് പേടിപ്പിച്ചു, നീ എന്നാണ് അവരോട് പറഞ്ഞത്, നീ ആ വീഡിയോ എടുത്തവന്റെ ബലത്തിലാണോ നീ ഇരിക്കുന്നതൊക്കെ ഇങ്ങനെ അയാളോട് ചോദിച്ചു. അയാൾ വളരെ ഇതായിട്ട് ഭീഷണിപ്പെടുത്തിയെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് പറയുന്നത് വീഡിയോ പകർത്താൻ വേണ്ടി ക്യാമറ എടുത്തപ്പോൾ പുള്ളി പറഞ്ഞു, മോനെ എന്നെ ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പേടിച്ചങ്ങ് നിന്നു. പിന്നെ ഞാനത് വീഡിയോ എടുക്കാനൊന്നും പോയില്ല. പക്ഷേ അതിന്റെ ബാക്കി നടപടിയായിട്ട് മുന്നോട്ട് പോകും. എന്താണെങ്കിലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഉറപ്പായിട്ടും യാതൊരു തരത്തിലും പിന്നോട്ടില്ല. കാരണം എന്റെ കണ്ണിന് മുന്നിൽ വെച്ച് കണ്ടൊരു കാര്യമാണ്. അപ്പൊ നമ്മളല്ലാതെ ആരെങ്കിലും പറഞ്ഞറിഞ്ഞ കാര്യമല്ല, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ്.
എനിക്കത് കണ്ടിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. കോട്ടയം നഗരത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഡിസംബർ 24-ാം തീയതി രാത്രി 9:30-ക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് അർജുൻ പറയുന്നത്. അദ്ദേഹം നാഗമ്പടത്ത് നിൽക്കുന്ന സമയത്ത് പോലീസ് ജീപ്പിലെത്തിയ ഉദ്യോഗസ്ഥർ യാതൊരു പ്രകോപനവും കൂടാതെ അവിടെ കടത്തിണ്ണയിൽ കിടന്ന ആളുകളെ അതിക്രൂരമായി മർദ്ദിച്ചു അല്ലെങ്കിൽ അടിച്ചു എന്നാണ് അർജുൻ പറയുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ അദ്ദേഹം പകർത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ സഹിതം ഇന്ന് രാവിലെ ജില്ലാ പോലീസ് മേധാവിക്ക് അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. ഇനി നേരിട്ട് കോടതിയെ സമീപിക്കാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. എന്താണെങ്കിലും തങ്ങൾ മർദ്ദിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പോലീസ് നൽകുന്ന വിശദീകരണം. കോട്ടയത്ത് നിന്നും വിവേക് ജി വിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.